സുമാത്രയിലെ വീടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. സുമാത്രയിലെ വീടുകളെല്ലാം സിങ്ക് മേൽക്കൂരയുള്ള വീടുകളാണ്. കാരണം അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ഒരുപാട് ഭൂകമ്പങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ മനുഷ്യന് ജീവൻ അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് സിങ്ക് ഷീറ്റുകൾ ഉപയോഗിച്ചത്. ഞങ്ങൾ ഹെലികോപ്റ്റർ കൊണ്ട് ഇതിന്റെ മുകളിൽ കൂടെയാണ് പറഞ്ഞത് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യാൻ. സിങ്ക് വെയിറ്റ്ലെസ് നമ്മുടെ സാധാരണ അലുമിനിയം തകര ഷീറ്റില്ലേ, അതിനാണ് പറയുന്നത്. ആ വെറും തകര ഷീറ്റ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ അലുമിനിയം ഷീറ്റും അല്ല, തകര ഷീറ്റ്. പണ്ട് വന്ന സാധനം. അപ്പോൾ അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിലെ കൂടെ പറക്കാൻ വേണ്ടി 27 വീടിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് പറന്നുപോയി. 27 വീട്. അപ്പോൾ ചെറിയ ചെറിയ വീടുകളാണ്. അപ്പോൾ ഈ സംഭവം എന്താ സംഭവിച്ചതെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അപ്പം അവർ അന്നത്തേനും ഗ്രാമവാസികളായി വന്നു, അവരുമായിട്ടുള്ള മീറ്റിംഗ് ആയി, പരിപാടിയായി. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മളതിനെ കോമ്പൻസേറ്റ് ചെയ്തേക്കാം, കാരണം നമുക്ക് സ്ഥിരമായിട്ട് അത് ഇറക്കണം. അപ്പം നമ്മൾ 27 വീട്, അതാണ് ഞങ്ങളുടെ റൂട്ട്, 27 വീടിനെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പം വലിയ കോസ്റ്റ്ലി എന്നുള്ള സാധനമല്ല, അവിടുത്തെ എല്ലാം കുഞ്ഞു കുഞ്ഞു വീടുകൾ, നമ്മുടെ പോലെ കൊട്ടാര വീടുകൾ, ചെറിയ വീടുകൾ. അപ്പോൾ ചെയ്തു തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കെല്ലാം സന്തോഷമായി, ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാം ഒരു എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഉണ്ട് ഇവർ ഈ ഗ്രാമ തലവനും അവരുടെ ഈ ഓരോ ഗ്രാമത്തിനുമായിട്ടൊരു പാർലമെൻ്റ് ഉണ്ട്. അപ്പം ഗ്രാമത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു പാർലമെൻറ്റ്, ഗ്രാമസഭയുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ വീണ്ടും വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ അത് 27 വീട് നിങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിലാകെ 300 ചില്ലുവാനം വീടുണ്ട്. ആ വീട് മുഴുവനും കൂടെ കോൺക്രീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അവർ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു NV ഫാക്ടർ. അപ്പം നമ്മുടെ വീട് കോൺക്രീറ്റ് ചെയ്യുമ്പം അപ്പുറത്തെ തകരയുടെ മേൽക്കൂരയുള്ള താമസിക്കുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാകുന്ന ഒരു സംഭവം ആർക്കാണെങ്കിലും ഉണ്ടാകുന്നുണ്ട്. ഞാനത് വിചാരിച്ചു പെട്ടുപോയല്ലോ, ഇപ്പം എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു, സാർ ദർ ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഡിലേ ഇൻ പ്രൊക്യൂറിങ് ദ സെമികണ്ടക്ടേഴ്സ് ആൻഡ് മൈക്രോ ചിപ്സ്. അപ്പം വാട്ട് വി ആ സമയത്ത് നമ്മുടെ കയ്യിൽ മറ്റേ ഹെലികോപ്റ്റർ ഉണ്ടോ? ആ സാധനമുണ്ട്. അപ്പം വാട്ട് വി സജസ്റ്റ് ഈസ് ദാറ്റ് വി വിൽ റീഇംബേഴ്സ് യു ദ മണി. സോ വൺസ് ദ പ്രോഡക്റ്റ് ഈസ് റെഡി യു ക്യാൻ ടേക്ക് ഡെലിവറി ഡയറക്ട്ലി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ അതിന് എഗ്രി ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും കൊടുത്തു. അവരെ കാശ് മുഴുവൻ എനിക്ക് തിരിച്ചു തന്നു. ദൈവാധീനം എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ പറത്തി നോക്കാനും പറ്റി. ഈ സാധനം നേരെ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ അവിടുന്ന് തലയൂരി. പോയ വീടുകൾ എന്ത് ചെയ്തു? അത് നമ്മൾ പുനർനിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തില്ല, നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ പുനർനിർമ്മിച്ചു. ഞങ്ങൾ ഇനി അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കെല്ലാവരും സമാധാനമായി.